സത്സംഗത്തിലൂടെയേ നിസ്സംഗം ഉണ്ടാവുകയുള്ളൂ. ആചാര്യസ്വാമികൾ പറയുന്നു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം. ജീവൻ മുക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്, അതിലേക്ക് ഒരുവനെ കൊണ്ടുപോകുന്നത് സംഘത്തെ ഉപേക്ഷിക്കലിലൂടെയാണ്. സംഘത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി വേറൊരു സംഘത്തെ പറയുന്നു. ആ സംഘത്തിനെയാണിവിടെ സത്സംഗം എന്ന് പറയുന്നത്. സംഘം നമ്മുടെ ഉള്ളിൽ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഉദാഹരണം പറയാം. സംഘം ത്യജിക്കുക എന്നൊക്കെ ഗുരു ആശ്രമത്തിലെ ശിഷ്യനോട് പറഞ്ഞിട്ട് ശിഷ്യന് മനസ്സിലാകുന്നില്ല. ഗുരു പറഞ്ഞു, ഇത് സങ്കല്പമാണ്, കൽപ്പനയാണ്, ആ യാഥാർത്ഥ്യമാണ്, ഉള്ളിൽ നിന്നാണ് അതിനെ ഏറ്റെടുത്തു മാറ്റേണ്ടത് എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെയിരിക്കെ അവർ മറ്റൊരാശ്രമത്തിൽ പോയി. ആ ആശ്രമത്തിൽ ഒരു മഹാത്മാവിൻ്റെ ജയന്തിയോ സമാധിയോ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് വിളിച്ചതാണ്. ഗുരുവും ശിഷ്യന്മാരും കൂടി പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. വലിയ ആശ്രമമാണ്. കുറച്ചു സമയം വിശ്രമിക്കാൻ ഹാളിൽ കിടന്നു. പായും തലയിണയുമൊക്കെയുണ്ട്. ഗുരുവിന് തോന്നി, ഇപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കാം, കുറച്ചു സമയം കിട്ടിയതല്ലേ. ഗുരു അവരോട് പറഞ്ഞു, നമുക്ക് പുതിയ ഒരു കളി കളിക്കാം. എല്ലാ തലയിണയും എടുത്തിട്ട് എല്ലാം അവിടവിടെ നിരത്തി വെച്ചു. സംഘത്തെക്കുറിച്ച് ചോദിച്ച ശിഷ്യനോട് എല്ലാം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അയാൾ എല്ലാം കണ്ടു. പിന്നീട് ഒരു തുണിക്കഷ്ണമെടുത്ത് ആ ശിഷ്യൻ്റെ കണ്ണു കെട്ടിയിട്ട് പറഞ്ഞു, ഒരു തലയിണയിലും തൊടാതെ അപ്പുറത്തെത്തണം. ഇതാണ് കളി. ഒരു തലയിണയിൽ പോലും പാദസ്പർശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തട്ടിയാൽ തോറ്റു. അവൻ കാലെടുത്തു വയ്ക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുമ്പോൾ അവൻ കാൽ പിൻവലിക്കും. പിന്നെയും വയ്ക്കുമ്പോൾ അവർ ചിരിക്കും. വളരെ കഷ്ടപ്പെട്ട് ഒരു തലയിണയിലും തൊടാതെ അവൻ മറുഭാഗത്തെത്തി. ഗുരു കെട്ടഴിച്ചു. ശിഷ്യൻ നോക്കുമ്പോൾ അവിടെ ഒറ്റ തലയിണയും ഇല്ല. കണ്ണുകെട്ടിയ ഉടനെ തന്നെ ഗുരു എല്ലാ തലയിണയും മാറ്റിയിരുന്നു. പിന്നെ തലയിണ ഉണ്ടായത് മുഴുവൻ ഉള്ളിലാണ്. ഉള്ളിൽ ഈ തലയിണ ഉള്ളിടത്തോളം കാലം കാലുകൾ മര്യാദയ്ക്ക് വയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ സംഘം നാം അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, വല്ലാതെ രൂഢമൂലമായിട്ട്. അതിൻ്റെ വേരുകളെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ പറയുന്നു. അതിനെയാണ് ഭഗവാൻ അസംഗശസ്ത്രേണ ദൃഢേ ന ചിത്യതോ എന്ന് പറയുന്നത്. അസംഗശസ്ത്രേണ ദൃഢേ ന ചിത്വ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ യുദ്ധം അതാണ്. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട്, ഡിറ്റാച്ച്മെൻ്റ് ആകുന്ന വാളുകൊണ്ട് ഹേ അർജുന സംഘത്തെ ഛേദിക്കൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.